നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള മനോരമ പത്രം വരുത്തുന്ന ഒട്ടുമിക്ക മലയാളികളും കണ്ടിട്ടുള്ള കാര്യമായിരിക്കാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം എഡിഷനിലാണ് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അതല്ലാതെയുള്ള മലയാള മനോരമ പത്രത്തിലും അവരവരുടെ ജില്ലകളുടെ കോർപ്പറേഷൻ മേയർമാരുടെ ജനങ്ങളുടെ ചോദ്യത്തിന് മേയർമാർ ഉത്തരം നൽകുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും. പീപ്പിൾസ് കോൾ എന്നാണ് ആ സെക്ഷനെ അവർ നൽകിയിരിക്കുന്നത്. പേര് വളരെ നല്ലൊരു കാര്യം. കാരണം പല ജനങ്ങൾക്കും മേയർമാരോട് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുമുണ്ട്. അപ്പോൾ ഈ പീപ്പിൾസ് കോളിലൂടെ അതിന് സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ തിരുവനന്തപുരം മേയർ വി രാജേഷിനോട് ജനങ്ങളുടെ 10-16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം ഒരു 15ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ മറുപടിയാണ് വി രാജേഷ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയായപ്പോൾ 7 ദിവസം, ഒരാഴ്ച പിന്നിടുമ്പോൾ വി രാജേഷ് എന്ന് പറയുന്ന മേയർ വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വി രാജേഷിന് കഴിയും എന്നും മനസ്സിലാകുന്നുണ്ട്. കാരണം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ്. വിലയേറിയപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായി തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കാനും ഒപ്പം പൊങ്കാലയിട്ട് മടങ്ങുവാനും അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കാനായി വളരെ നേരത്തെ യോഗം വിളിച്ച് അദ്ദേഹം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കാര്യം, ഇതിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച വരാതിരിക്കാനും ഒരു തരത്തിലുള്ള പരാതി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ യോഗം വിളിച്ചു ചേർത്തത്. ആരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വീഴ്ച ഉണ്ടാകരുത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ട മൈതാനത്ത് കെട്ടിക്കിടക്കുന്ന നിരവധി അനവധി മാലിന്യങ്ങൾ, ഒപ്പം അതുപോലെ തന്നെ അനാവശ്യമായി ഒതുക്കിയിട്ടിരിക്കുന്ന ഈ ഇലക്ട്രിക് ഓട്ടോകൾ, ഇവയെല്ലാം തന്നെ കൃത്യമായി തന്നെ നടപ്പിലാക്കാനും ആവശ്യമില്ലാത്തവ വിറ്റ് കോർപ്പറേഷന്റെ പണം എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് നോക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ജനങ്ങൾ അല്ലെങ്കിൽ ഉടമസ്ഥ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകേണ്ടതുണ്ട് എന്നൊരു നിർണായക കാര്യം പറയുന്നു. ഒപ്പം അതുപോലെ തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരുവനന്തപുരത്ത് വേണ്ട വയോജനങ്ങൾക്ക് വേണ്ട അവർക്ക് കൃത്യമായി തന്നെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ആശുപത്രികളിലും എത്താൻ വേണ്ട യാത്രാ സൗകര്യം, ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, ചർച്ചകൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ലാതെ ചില ജനങ്ങൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം നിവാസികൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും റോഡുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വെട്ടിപ്പൊളിച്ചാൽ 40 മണിക്കൂറിനുള്ളിൽ അത് പഴയപടിയാക്കാൻ കഴിയുന്ന സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മേയർ വി രാജേഷിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കുണ്ടും കുഴിയും നിറഞ്ഞ ചില റോഡുകൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിലെ കൃത്യമായ മറക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ അടുപ്പിച്ചത് മാത്രമാണ് റോഡ് ടാറിംഗ് ഒക്കെ തന്നെ നടന്നിരിക്കുന്നത്. അതല്ലാതെ തന്നെ മറ്റ് പലയിടങ്ങൾ ഇത്രയും റോഡ് ടാറിംഗ് നടന്നിട്ടും ചില ഇടങ്ങൾ ഇപ്പോഴും കുണ്ടും കുഴിയായി കിടക്കുന്നുണ്ട്. മാത്രവുമല്ല, ടാറിട്ടതിന് ശേഷം പിന്നാലെ തന്നെ വന്ന് അത് പൊളിച്ചിടുന്ന ഒരു പ്രവണതയുമുണ്ട്. ആ പ്രവണത നടക്കില്ല. അങ്ങനെ പൊളിച്ചിട്ടാൽ 48 മണിക്കൂറിനുള്ളിൽ അത് നേരെയാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് മേയറിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നുണ്ട്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. എല്ലാ വാർഡുകളിലും പൊതുവായ കളിസ്ഥലങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി നൽകാൻ കോർപ്പറേഷൻ പണം മുടക്കി ഗ്രൗണ്ട് നിർമ്മിക്കുമെന്ന് മേയർ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മേയർ അറിയിക്കാനാണ് ഈ ഒരു മലയാള മനോരമ ഈ ഒരു ഫോണിൻ പരിപാടി സംഘടിപ്പിച്ചത്. വളരെ നല്ല കാര്യം. അതിലും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മണ്ണന്തല ഐശ്വര്യ അവന്യൂ റോഡ് പൈപ്പിടാനായി കുഴിച്ചിട്ട് 2 വർഷമായി. ടാറിംഗ് നടത്തിയിട്ട് 4-5 വർഷമായി. റോഡ് ആകെ മോശം അവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, കൗൺസിലർ മുഖേന കത്ത് നൽകിയാൽ ഉടൻ തന്നെ എസ്റ്റിമേറ്റ് എടുത്ത് റോഡ് പുനർനിർമ്മിക്കാൻ നടപടിയെടുക്കാം. 2. കേശവദാസപുരം മോസ്ക് ലൈൻ റോഡ് വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട മുൻ കൗൺസിലർ തീരുമാനം നടപ്പിലാക്കണം. കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. ഭൂമി ഏറ്റെടുക്കാൻ കോർപ്പറേഷന് കഴിയില്ല. അതായത് ഭൂമി ഏറ്റെടുത്ത് ഒരു വികസനം നടത്താൻ കോർപ്പറേഷൻ തൽക്കാലം കഴിയില്ല. അതിന് പരിമിതികളുണ്ട്. അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ സ്മാർട്ട് വഴി നൽകുന്ന അപേക്ഷയിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സൈറ്റിലെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇന്നുകൂടി ശ്രമിച്ചു നോക്കൂ. നടന്നില്ലെങ്കിൽ ഓഫീസിലെ സെക്ഷനിൽ ബന്ധപ്പെടുക. കൃത്യമായ മറുപടികൾ അദ്ദേഹം നൽകുന്നുണ്ട്. പത്മനാഭ ക്ഷേത്രത്തിൽ വരുന്നവർക്കായി പുത്തരിക്കണ്ട മൈതാനത്ത് പാർക്കിംഗ് അനുവദിക്കണം. സർക്കാർ സ്വകാര്യ പരിപാടികൾ നടത്താൻ നഗരത്തിൽ മറ്റൊരിടമില്ലാത്തതിനാൽ അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആശയം ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം ഒരു പ്രതീക്ഷയെങ്കിലും നൽകുന്നുണ്ട്. കനകക്കുന്ന് നിശാഗന്ധി മ്യൂസിയം പ്രദേശങ്ങളിൽ പ്രദർശനങ്ങൾ നടക്കും.
നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും വഴിയിൽ തെരുവുവിളക്കുകൾ കത്തുന്നില്ല, അവിടെ മാലിന്യം തള്ളുന്നുണ്ട്. ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായ നടപടി ഇടപെട്ട് തെരുവ് വിളക്ക് പ്രവർത്തനക്ഷമമാക്കും, മാലിന്യം നീക്കം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഈ വേസ്റ്റ് ബിന്നുകൾ ഇല്ല. ഇടറോഡുകളിൽ ചെറിയ ബസ്സുകൾ വേണം. മാലിന്യ സംസ്കരണത്തിന് സമഗ്ര പദ്ധതി വരുന്നുണ്ട്. ചെറിയ ബസ്സുകൾക്കായി ഗൗരവമായി ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഒരു ചോദ്യം വരുന്നത്, വെള്ളയമ്പലം കുടപ്പനക്കുന്ന് റോഡിൽ, അതായത് വാഴങ്കോട് വെള്ളയമ്പലം കുടപ്പനക്കുന്ന് റോഡ് മാലിന്യം തള്ളലും റോഡ് വൃത്തിയാക്കാത്ത സാഹചര്യമുണ്ട്. ഇവിടെ വഴിവിളക്കുകളും ആവശ്യത്തിനില്ല. റോഡ് വൃത്തിയാക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. വഴിവിളക്കുകളുടെ ചുമതലയുള്ള കരാർ കമ്പനിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. സ്വകാര്യ ഏജൻസികളാണ് വഴിവിളക്കുകൾ പരിപാലിക്കുന്നത്. കേന്ദ്രീകൃത പ്ലാന്റ് വരുന്നതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. കണ്ടിജന്റ് ജീവനക്കാരുടെ പട്ടികയിൽ പേരുണ്ടായിട്ടും ജോലി ലഭിച്ചിട്ടില്ല. ആദ്യ കൗൺസിൽ യോഗത്തിന് ശേഷമേ പുതിയ നിയമനങ്ങൾ സംബന്ധിച്ച് തീരുമാനമുണ്ടാകൂ. പുതിയ ഒഴിവ് വന്നാൽ യോഗ്യതയുള്ള അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടത്തൂ എന്ന് ഉറപ്പ് നൽകാം എന്ന് പറയുന്നുണ്ട്. നഗരത്തിലെ റോഡ് കയ്യേറിയുള്ള കച്ചവടക്കാരിൽ നിന്ന് ചതുരശ്ര അടി കണക്കാക്കി ഫീസ് ഈടാക്കണം. ഫീസ് വാങ്ങിയാൽ കയ്യേറ്റം നിയമവിരുദ്ധമാകുന്നത് പോലെയാകും. കയ്യേറ്റം നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്തായാലും നല്ല ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി ജനങ്ങളോട് സംസാരിച്ച ജനങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾക്ക് മറുപടി നൽകുക ആ നല്ല കാര്യം. പക്ഷേ ഇത് മറുപടിയിൽ മാത്രം ഒതുക്കുകയല്ല, പ്രവർത്തനത്തിലും കാണിച്ചാൽ വളരെ സന്തോഷം. ഒരു മികച്ച മേയർ എന്ന നിലയിൽ തങ്ങൾ മാറാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. പലരും പല തരത്തിലും, അതായത് ഭരണത്തിലേറിയതിനു ശേഷം വിശ്വാസങ്ങൾ തകർത്തിട്ടുള്ള അനുഭവം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്കുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം തകർക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രാർത്ഥന.